കന്യാസ്ത്രീയെ ആക്രമിച്ച് തീവ്ര ഹിന്ദുത്വവാദികൾ. ഒറീസയിലാണ് സംഭവം. രാത്രി 11 മണിക്ക് കന്യാസ്ത്രീയെയും കൂടുള്ളവരെയും ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി അതിക്രമം കാണിക്കുകയും മറ്റും ചെയ്തു. നമുക്ക് ആ വാർത്ത കാണാം. മാതൃഭൂമിയുടെ വാർത്തയാണ്. മാധു അടക്കം റിപ്പോർട്ട് ചെയ്തു. ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചു എന്നുള്ളതാണ് വാർത്ത. മതപരിവർത്തനം ആരോപിച്ചാണ് 29 വയസ്സുകാരിയായ കന്യാസ്ത്രീയെ ആക്രമിച്ചത്. മെയ് 31 രാത്രി ജാർസഗുഡയിലേക്ക് രാജധാനിയിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, ഈ സംഭവത്തിൽ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? ഇത് എങ്ങനെയാണ് പുറത്തറിഞ്ഞത്? ഗുരുതരമായ ആക്രമണത്തിന് വിധേയായോ ഈ കന്യാസ്ത്രീ? ഇവര് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഏതാണ്ട് 4-5 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. ഇതിനിടയിലാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഒരു കന്യാസ്ത്രീയെയും ഒപ്പം 4 പേരെയും കണ്ടത്. അപ്പോൾ ഇവർ കുട്ടിക്കടത്ത് നടത്തുകയാണ് എന്നും അതിന്റെ കൂടെ മതപരിവർത്തനം നടത്തുന്നു എന്നും ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇവരെ ബലം പ്രയോഗിച്ച് ഖോർദ സ്റ്റേഷനിലേക്ക് പിടിച്ചെടുക്കുകയായിരുന്നു. രാത്രി 11 മണിക്കാണ് ഇങ്ങനെ കുഴപ്പം പിടിച്ച ഇടപെടലുകൾ ഈ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ ചെയ്തത്. അതിനുശേഷം ഈ 5 ആളുകളെയും, കന്യാസ്ത്രീയെയും ഒപ്പം ഉണ്ടായിരുന്ന 3 പെൺകുട്ടികളെയും കന്യാസ്ത്രീയുടെ ഇളയ സഹോദരൻ, പ്രായപൂർത്തിയാവാത്ത സഹോദരനെയും കൂടി അവിടുത്തെ റെയിൽവേ പോലീസിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഞാൻ കന്യാസ്ത്രീയാണെന്നും കാലങ്ങളായി കത്തോലിക്ക സഭയുടെ വിശ്വാസിയാണെന്നും ബാക്കിയുള്ള ആളുകൾ അവരുടെ ID കാർഡുകളും ആധാർ കാർഡുകളും ഒക്കെ കാണിച്ചിട്ടും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരെ വെറുതെ വിടാൻ തയ്യാറായില്ല. അതിനുശേഷം ക്രൂരമായി അവരെ ജനങ്ങൾക്കിടയിൽ വെച്ച് വിചാരണ ചെയ്യുന്ന പോലെയുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. ശേഷം പോലീസ് ഇടപെട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. മാത്രവുമല്ല, മനുഷ്യാവകാശ സംഘടനകളും ഇടപെട്ടു. അതിനുശേഷമാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായത്. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇതിന്റെ എന്താ പറയാ, ഇതൊക്കെ കാര്യമായിട്ടിരുന്ന് സ്ക്രീനിലൊക്കെ കാണിച്ച് ചെയ്യണമെന്നുണ്ട്. സമയമില്ല, വേറെ കുറെ വർക്കുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ചെയ്യാം. നമ്മൾ കന്യാസ്ത്രീകളെ കണ്ടാലും, അല്ലെങ്കിൽ ഹിന്ദു നമ്മുടെ സന്യാസിനിമാരെ കണ്ടാലും, അല്ലെങ്കിൽ ഇപ്പം മുസ്ലിം സമൂഹത്തിലെ ഏതെങ്കിലും റിലീജിയസ് ആയ ആത്മീയമായ ആൾക്കാരെ കണ്ടാലും എല്ലാം ബഹുമാനിക്കുന്നവരാണ്. ഇതിന്റെ പ്രശ്നം മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു കലിയാണ്, ആരോടെങ്കിലും ഗൂഢാലോചനയാണ്. ഒറീസയിൽ നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നു, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താവും നമ്മൾ ആലോചിച്ചിരുന്നാൽ മതി. നമ്മളെല്ലാം, ഞാനടക്കം ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് പഠിച്ചത്. നിങ്ങളിൽ കാണുന്നവരിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പോയതായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇത്രയും വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ കൊണ്ടുവരാൻ ക്രിസ്ത്യൻ സമൂഹമാണ് വലിയ രീതിയിൽ സംഭാവനകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1-2 വിഷയത്തിൽ തത്വാധിഷ്ഠിതമായ നിലപാടുണ്ടാകാം. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിൽ ഉള്ള നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വേണമെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീമാരെ ആക്രമിക്കുക, ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കുക, ദ്രോഹിക്കുക നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനെതിരാണ്, നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കെതിരാണ്. കഴിഞ്ഞ 2000 വർഷത്തോളമായി നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര വലിയ ഡാമേജ് ആണ് അത് ചെയ്യുന്നത്. ഇവര് പാവപ്പെട്ടവരെ സഹായിക്കാൻ പോകില്ലേ? ഇപ്പൊ നമ്മുടെ കൽക്കട്ടയിൽ തന്നെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്ന മദർ തെരേസയല്ലേ. അവര് ദൈവീകമായൊരു ഉൾവിളി കൊണ്ട്, കർത്താവിനോട്, യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് സേവനം ജീവിതചര്യയാക്കി മാറ്റി ചെയ്യുന്നതാണ്. ഇതൊക്കെ അത്യധികം വേദന ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അത്തരം കാര്യങ്ങളെ ആക്റ്റീവ്ലി അപലപിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് തെറ്റാണെന്ന് പറയാൻ തയ്യാറാകണം. ആ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് എല്ലാവരോടും ദേഷ്യമാണ്. അതിന് ക്രിസ്ത്യാനി മുസ്ലിം എന്നൊന്നുമില്ല. അവിടെ ക്രിസ്ത്യാനികളെതിരാണ്, മുസ്ലിങ്ങളെതിരാണ്, മറ്റവരെതിരാണ്, മോഹൻലാൽ മോശമാണ്, കൈതപ്പുറം മോശമാണ്. എല്ലാവരെയും ഇങ്ങനെ വെറുപ്പിക്കുന്ന മോശമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകരുത്. അത് നമ്മുടെ നാടിന് പരസ്പരമുള്ള ഐക്യത്തിന്, സൗഹാർദ്ദത്തിനൊക്കെ ദോഷം ചെയ്യും. ആ കന്യാസ്ത്രീയോട് ക്ഷമ പറയുന്നു. വളരെ വേദനാജനകരമായ സംഭവമാണ് ഉണ്ടായത്. അവർക്ക് ആ വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും കരകയറാനാകട്ടെ. പോലീസ് സ്ട്രോങ് ആയ നടപടികൾ എടുക്കട്ടെ. ഭാരത് മാതാ കി ജയ്.